ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനത്തിൽ നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്, ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. സഹോദരങ്ങളെ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ബൈബിളിലെ പുസ്തകങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നീതിമാന്മാരെ കാക്കുന്ന, കരുതുന്ന, കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നത് നീതി പ്രവർത്തിക്കാൻ, സത്യം പ്രവർത്തിക്കാൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകം അനീതിയുടെ, അസത്യത്തിൻ്റെ ഒരു വലിയ സ്വാധീന വലയത്തിലാണ്. ഇവിടെയാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് നീതി പ്രവർത്തിക്കാൻ, സത്യം പറയുവാൻ. നമുക്കൊരു പക്ഷേ നീതി ലഭിക്കണമെന്നില്ല, പക്ഷേ കർത്താവ് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മോട് ആവശ്യപ്പെടുക നീതി പ്രവർത്തിക്കാൻ, സത്യം പറയുവാൻ, സത്യം ജീവിക്കുവാൻ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യാം. കാരുണ്യവാനായ കർത്താവ്, അനീതിയുടെ, അസത്യത്തിൻ്റെ ഈ ലോകത്തിൽ നീതിയുള്ളവരായി തീരുവാൻ, നീതി പ്രവർത്തിക്കുവാൻ, സത്യം ജീവിക്കുവാൻ, സത്യം പറയുവാൻ സാധിക്കാത്ത വിധത്തിൽ കർത്താവേ, ദൈവമക്കളിലേക്ക് വരുന്ന അനീതിയുടെ, അസത്യത്തിൻ്റെ, അവിശ്വസ്തതയുടെ സകല അന്ധകാര ശക്തികളെ, സകല ദുരാത്മാക്കളെ, സകല സ്വാധീന ശക്തികളെ ഇന്ന് ജീവിക്കുന്ന നസ്രായനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ, പൗരോഹിത്യ അധികാരത്താൽ ആ മേഖലകളെ ഇതാ ഞാൻ ബന്ധിക്കുന്നു, കുരിശിന്റെ ചവട്ടിലേക്ക് ആട്ടി പായിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.